ജാർഖണ്ഡിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വിരാമമായിരിക്കുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ച അഥവാ JMM പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി വിട്ട് ഭരണകക്ഷിയായ BJP നയിക്കുന്ന NDA പാളയത്തിലേക്ക് ചേരും എന്ന ശക്തമായ പ്രചാരണമാണ് പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ഇന്ത്യ മുന്നണി സർക്കാർ സുസ്ഥിരമായി തുടരുമെന്ന് ഉറപ്പായി. BJP ലക്ഷ്യമിട്ട ഓപ്പറേഷൻ താമര വീണ്ടും ലക്ഷ്യം കാണാതെ ചെളിക്കുണ്ടിൽ താഴ്ന്നിരിക്കുന്നു എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. നിലവിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഡൽഹിയിൽ ചെന്ന് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിരുന്നു. ജാർഖണ്ഡിൽ കാവിക്കൊടി നാട്ടി എന്ന പ്രതീതിയുണ്ടാക്കിയ ഈ റിപ്പോർട്ടുകൾ എന്നാൽ കെട്ടുകഥകൾ മാത്രമാണെന്ന് JM നേതൃത്വം ഇപ്പോൾ ഉത്തരവാദിത്വത്തോടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഹേമന്ത് സോറൻ എങ്ങും പോകുന്നില്ലെന്നും ഇന്ത്യ മുന്നണിയിലെ കൂട്ടുകെട്ട് അതുപോലെ തന്നെ തുടരുമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഉറപ്പിച്ചു പറയുന്നു. BJPയുടെ തന്ത്രങ്ങളൊന്നും ഫലിക്കാൻ പോകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുന്നണി പാറ പോലെ ഉറച്ചതാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ട്വീറ്റ് ചെയ്തതും ഈ ഐക്യം അടിവരയിടുന്നു. ഇവിടെ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം, അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ഹേമന്ത് സോറനെ ജയിലിലടച്ച BJP അദ്ദേഹത്തെ തങ്ങളുടെ പാളയത്തിൽ ചേർക്കാൻ ശ്രമിച്ചത് എന്തിനാണ് എന്നതാണ്. അഴിമതിക്കാരനെന്ന് മുദ്രകുത്തി അകത്തിട്ട ഒരാളെ രാജ്യസ്നേഹികളാണെന്ന് സ്വയം പറയുന്ന BJP കൂടെ കൂട്ടാൻ ശ്രമിച്ചത് സോറൻ നിരപരാധിയാണെന്ന സത്യം BJPക്ക് അറിയുന്നതുകൊണ്ടാണോ? അതോ കൂടെ കൂടുന്നത് വരെ രാജ്യദ്രോഹി, കൂടെ കൂടി വാഷിംഗ് മെഷീൻ വഴി ശുദ്ധീകരിച്ചാൽ ദേശസ്നേഹി എന്ന രീതി ഹേമന്ത് സോറന്റെ കാര്യത്തിലും പ്രയോഗിക്കാനായിരുന്നോ ഈ നീക്കം? ഞാൻ തിന്നില്ല, നിങ്ങളെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യം ഓർക്കുമ്പോൾ ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ പിന്നിലെ വൈരുദ്ധ്യം കൂടുതൽ വ്യക്തമാവുകയാണ്. തങ്ങളെ സംബന്ധിച്ച് മുന്നണി വിടുന്നതിനെക്കുറിച്ച് ഒരു ആലോചന പോലും നടന്നിട്ടില്ലെന്ന് JM രാജ്യസഭാ MP ആയ മഹുവ മാജി, JM MLA സർഫാസ് അഹമ്മദ് എന്നിവർ ആവർത്തിച്ചു പറയുന്നു. ഹേമന്ത് സോറൻ നിരപരാധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കള്ളക്കേസിൽപ്പെടുത്തി 5 മാസത്തോളം അദ്ദേഹത്തെ ജയിലിലടച്ചപ്പോൾ പോലും മുന്നണി വിടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നിലവിൽ 4 വർഷം കൂടി ഭരണം ബാക്കിയുള്ള സാഹചര്യത്തിൽ BJPയോടൊപ്പം പോകേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്നും JM നേതൃത്വം കൂട്ടിച്ചേർത്തു. എന്നാൽ ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ BJPക്ക് ഇത്രയധികം താല്പര്യമുണ്ടാകാൻ കാരണമെന്താണ്? ആദിവാസികളുടെ വനഭൂമി ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ വലിയ ശേഖരമാണ് ജാർഖണ്ഡിലുള്ളത്. ഈ വനഭൂമി കോർപ്പറേറ്റുകൾക്ക് വിറ്റ് പണമുണ്ടാക്കുക, അതുവഴി പാർട്ടിയുടെ ഖജനാവ് നിറയ്ക്കുക എന്ന ലക്ഷ്യമാണ് ഓപ്പറേഷൻ താമരയുടെ പിന്നിലെ മുഖ്യ പ്രചോദനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വനഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആദിവാസികളെ മാവോയിസ്റ്റുകളായി ചിത്രീകരിച്ച് UAPA പോലുള്ള കരിനിയമങ്ങൾ ചുമത്തി തടവിലിടുന്ന പതിവ് രീതി ഭരണത്തിലൂടെ നടപ്പാക്കി ഖനനാനുമതികൾ വിൽക്കാനുള്ള ശ്രമങ്ങളാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നും ആരോപിക്കപ്പെടുന്നു. ഛത്തീസ്ഗഡിൽ BJP സർക്കാർ മുൻപ് നടത്തിയ വനഭൂമി കൊള്ളയെ ഇതിന് ഉദാഹരണമായി വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികാരത്തിൽ കയറിപ്പറ്റാനുള്ള പദ്ധതികൾ പാളിയതോടെ BJP നേതൃത്വം കടുത്ത നിരാശയിലാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ പ്രതികരണങ്ങൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന മട്ടിലുള്ളതാണെന്നും വിമർശനമുയരുന്നു. 5 മാസം നീണ്ട ജയിൽവാസം ഹേമന്ത് സോറന്റെ മനസ്സിൽ BJPയോടുള്ള കടുത്ത വിരോധത്തിന് കാരണമായെന്നും അത് വരും കാലങ്ങളിൽ BJPക്കെതിരായ ശക്തമായ രാഷ്ട്രീയ നിലപാടിൽ സോറനെ ഉറപ്പിച്ചു നിർത്തുമെന്നും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. മരണാസന്നനായിരുന്ന പിതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഷിബു സോറന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ പരിചരിക്കാൻ കഴിയാതെ പോയതിലുള്ള ദുഃഖം സോറനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. മനുഷ്യപ്പറ്റില്ലാത്ത രാഷ്ട്രീയമാണ് BJPയുടേതെന്നും തെറ്റ് ചെയ്യാത്ത ഒരാളോട് പോലും കനിവ് കാണിക്കാത്ത ഈ സമീപനം ഹേമന്ത് സോറന് ഒരിക്കലും മറക്കാനാകില്ലെന്നും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതായാലും നിലവിൽ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി സർക്കാർ ഭരണം തുടരും. എങ്കിലും BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇവിടെ അവസാനിക്കില്ലെന്നും പുതിയ കുത്തിത്തിരിപ്പുകളുമായി അവർ ഉടൻ തന്നെ രംഗത്തെത്താൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസും JMഉം അടക്കമുള്ള സഖ്യകക്ഷികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.